ഹായ്. ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയല്ലോ. ഇന്ന് എന്താഴ്ച? ഇന്ന് ശനിയാഴ്ച. ഇന്ന് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്. വൈകുന്നേരം അതിലെടുക്കാൻ പറ്റിയതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ലൈക്ക് ചെയ്തുകൊണ്ട് കാണണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട അപ്പോൾ ഇന്ന് കാലത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചോറ് വയ്ക്കുന്നുണ്ട്, കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അധികമൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ല, നാളെ പോയി മറ്റന്നാൾ വരും. എന്നാലും അപ്പോൾ നാളെ പോകുമെന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എന്താണ് തലശ്ശേരിക്ക് പോകണ കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എളുപ്പത്തിന് ചോറ് വേവാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊന്നി അരിയാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അരി ഇടട്ടെ. വെണ്ടയ്ക്കാശാനെ അരിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇവരുടെ ഇടയിൽ പുഴുവാശാന്മാർ കാണും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചൊന്ന് അരിയുക. ഞാൻ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി അഴുക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും മുറിക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് പുഴുവിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഉണ്ടെങ്കിൽ എന്തായാലും മൂപ്പ് കുറഞ്ഞ വെണ്ടയ്ക്കയാണ്, അതുകൊണ്ട് തന്നെ മെഴുക്ക് വരട്ടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ എളുപ്പ പരിപാടിയാണല്ലോ മെഴുക്ക് വരട്ടി. പിന്നെ എൻ്റെ കാത്തുക്കുട്ടി വന്നിട്ടുണ്ട്, ഒരു പായസം വെച്ച് കൊടുക്കണമൊക്കെന്നുണ്ട് എനിക്ക്. അപ്പോൾ പായസമൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. പിന്നെ എന്താ ഉച്ചയ്ക്ക് കറി എന്താ, കുറച്ച് കൊഴുവുണ്ട്, അതിനെ കറിയാക്കാം. അപ്പോൾ നമുക്ക് സേമിയ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മുടെ സേമിയ വറുത്തതെന്ന് പറഞ്ഞാൽ കിട്ടാറ്, എന്നാലും വറുത്തതാണ് താനും. പക്ഷേ ഇത് നമ്മുടെ ഉരുളിയിലിട്ട് വറുത്ത അതേ ടേസ്റ്റൊന്നും കിട്ടാൻ പോണില്ല നമ്മുടെ പായസത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് ആദ്യം ഒന്ന് ചൂടാക്കാം ഇത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊക്കെ തൊടാവുന്ന രീതിയിൽ ചെറിയ ചൂടായാൽ മതി കേട്ടോ. കാരണം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കരിയരുതല്ലോ. അപ്പോൾ ഇനി പാലൊഴിക്കാം. ഞാനിപ്പോൾ ഒരു 2 കവറ് പാലാട്ടോ ഒഴിച്ചേക്കണത്. ഇനി നമുക്ക് തിളച്ച് വരട്ടെ. പായസം വയ്ക്കാൻ എല്ലാവർക്കും അറിയാം. സേമിയ പായസം എന്ത് എളുപ്പമാണെന്നൊക്കെ വിചാരിക്കണ്ടാവും അല്ലേ? അതേ സത്യം കേട്ടോ അത്. പക്ഷേ ഞാൻ 1-2 ടിപ്പ് പറഞ്ഞു തരട്ടെ. ഈ സേമിയ പായസം എന്നല്ല, ഏത് പായസത്തിനും പറ്റിയ 1-2 ടിപ്പ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മളെല്ലാവരും പായസം ഇളക്കും അല്ലേ? പായസം ഇളക്കുമ്പോൾ വലിയ സദ്യക്കാരൊക്കെ പായസം ഇളക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതേപോലെ തന്നെ, നമ്മളെപ്പോലെ തന്നെ വലിയ ചട്ടകം വലിയ അല്ലേ എന്നായിരിക്കും ചിന്തിക്കണം അല്ലേ? അപ്പോൾ ഇതെല്ലായിടത്തും അങ്ങോട്ട് എത്തണ്ടേ, ഒരേ സമയത്ത് ഇങ്ങനെ ചോട്ടി പിടിക്കാണ്ടിരിക്കണ്ടേ. അപ്പോൾ അവരിങ്ങനെ നമുക്ക് കാണിക്കണ പോലെ ഈ കണകുണാന്ന് പറഞ്ഞ് ഇളക്കം എല്ലാത്തിലും ചെയ്യണേ. അവരെന്താ ചെയ്യാന്നറിയോ? ഇതാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മനസ്സിലായോ? അതായത് നമ്മുടെ മലയാളത്തിലെ ഒരു അക്ഷരമാണിത്, കണ്ടോ? ഇപ്പോൾ ശ്രീ എന്നുള്ള അക്ഷരമാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ തവി അല്ലെങ്കിൽ ചട്ടകം എത്തുന്നുള്ളതാണ്. അടിപൊളിയല്ലേ സംഭവം? പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടിപ്പ് കൂടിയുണ്ട്. അപ്പം ആ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 2 ടിപ്പ് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അറിയാത്തവർ മനസ്സിൽ വെച്ചോളൂ. ഇങ്ങനെ എളുപ്പത്തിൽ ഇളക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്കിതിൻ്റെ തവി എത്താൻ ഒരു മാർഗമാണ്. പിന്നെ അടുത്ത ടിപ്പ് തിളച്ച് വരുമ്പോഴേക്ക് കാണിക്കാം. ഞാൻ ഈ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ മുമ്പാണ് ഇട്ടിരിക്കണേ. അന്ന് മിക്കവാറും ഈ പാചകം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ വീണ്ടും പറയണമെന്നേ ഉള്ളൂ. മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ ഇതേമാതിരത്തെ പല ടിപ്പുകളും ഇതിലൊക്കെ കാണാം. പാചകത്തിന് പലതിനും, പായസത്തിന് മാത്രമല്ല പലതിനും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ അമ്മയൊക്കെ ഉള്ളപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടും അല്ലാത്ത ഒരുപാട് ടിപ്പുകളൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതേപോലെ അറിയാവുന്നതൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പണ്ടത്തെ വീഡിയോ ഒക്കെ എല്ലാവരും പോയി കണ്ടോളണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക, മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. ഈ പായസം
വറ്റോളം ഇവിടെ നിൽക്കുകയൊന്നും വേണ്ട, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നാലും തിളച്ച സ്ഥിതിക്ക് കട്ട കുത്താനും പോലുള്ള നെയ്യ് ഒഴിച്ചുകൊണ്ടും ചോട്ടി പിടിക്കാനൊന്നും പോണില്ല. എന്നാലും ചെറിയ തീയിലാണല്ലോ ഇടുന്നത്. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണമെങ്കിൽ. അതിലൊക്കെ പ്രധാനമായിട്ട് നമുക്കൊന്ന് നീങ്ങണം എന്നുണ്ടെങ്കിൽ, ഈ അടുപ്പത്തിട്ടിട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ, അയ്യോ പാലല്ലേ തിളച്ച് പോകില്ലേ എന്നൊക്കെ പറയും നമ്മളല്ലേ. അപ്പോൾ നമ്മുടെ ചട്ടകം ഉണ്ടല്ലോ, ആ ചട്ടകം ഇവിടെ അങ്ങോട്ട് വച്ചു കൊടുത്തിട്ട് നമ്മുടെ അടപ്പ് കുട്ടിയെ ഇങ്ങനെ വച്ചാൽ മതി. തീയും കുറച്ചിട്ട് കഴിഞ്ഞാൽ അതവിടെ നിന്ന് തിളച്ച് വറ്റിക്കോളും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒന്ന് തുറന്നു നോക്കാം, ഇളക്കി പാകമായ നിർത്തിയെടുക്കാം. അപ്പോൾ എന്തായാലും ഇനിയും ഇത് കുറുകിയൊക്കെ വരുമ്പോൾ ബാക്കി പാൽ ചേർക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള വിവരമൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ അഭിപ്രായങ്ങളും അറിയിക്കണേ. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടിപൊളി മണം. കുറേ കാലമായി ഞാൻ പായസം ഉണ്ടാക്കിയിട്ട്, സേമിയ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കൊച്ചു വന്നിട്ട് ഉണ്ടാക്കാമെന്നുള്ളതിലേക്ക് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തിളച്ച് കുറിയൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് നീളം വയ്ക്കും, കാരണം പഞ്ചസാര ഉരുകുമല്ലോ. വലിയ നീളമൊന്നും അല്ല, എന്നാലും. അപ്പോൾ ഒരു 200 ഗ്രാം പഞ്ചസാരയോളം ഇട്ടിട്ടുണ്ട്. മതിയാവണം, അല്ലെങ്കിൽ 250 ഗ്രാം. നല്ല മധുരം അതൊക്കെ അവരവരുടെ ഇഷ്ടം. ടേസ്റ്റ് നോക്കുക, പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് നോക്കി ചേർക്കുന്നത് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പായിരിക്കണം. അതായത് ലാസ്റ്റത്തെ പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം, അപ്പോഴാണ് അടിപൊളിയാവുക. പിന്നെ ഒരു സംഭവമുണ്ട്, ഈ പഞ്ചസാര എല്ലാം ചേർത്ത് നമ്മുടെ പായസമൊക്കെ വാങ്ങാനാവുമ്പോൾ നമുക്ക് നല്ല അടിപൊളി പാലടയുടെയൊക്കെ കളർ കണ്ടിട്ടില്ലേ, അതുപോലെ ആക്കിയെടുക്കാൻ അറിയാവുന്ന ഒരുപാട് പേരിപ്പോൾ ഉണ്ട്. ഞാൻ ഒരുപാട് മുമ്പ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലൊന്ന് ഇടാൻ പറ്റുമെങ്കിൽ ഇടാം കേട്ടോ. എങ്ങനെയാണ് നമ്മൾക്ക് ആ കളറ്, നല്ല ഭംഗിയുള്ള കളറ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, ഞാൻ 10 മിനിറ്റ് പോയി മാറിയിരിക്കുകയായിരുന്നു കേട്ടോ. ചെറിയ ചൂടുണ്ട് തവിക്ക്, എന്നാലും ഒപ്പിക്കാം, കുഴപ്പമില്ല. തീ സിമ്മായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കവർ പാലും കൂടെ അപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 കവർ ഒഴിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. അപ്പം അടുത്ത കവർ പാലും ഒഴിച്ചിട്ടുണ്ട്. സേമിയയ്ക്ക് ഒരു ദിവസം വേഗമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറുകി കഴിഞ്ഞാൽ പാകത്തിന് നിർത്താം, അത്രേ ആവശ്യമുള്ളൂ. പാല് വേണ്ടി വരുന്നു അങ്ങനെയില്ല. പിന്നെ നമ്മുടെ കളർ ഇപ്പം തന്നെ അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. പക്ഷേ മിൽക്ക് മെയ്ഡാണ് കളർ വരുത്തണേ എന്നൊന്നും വിചാരിക്കേണ്ട. മിൽക്ക് മെയ്ഡ് ഇല്ലാതെ നമുക്കിതിൽ കളർ വരുത്താം. ഞാൻ എന്തായാലും മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കട്ടെ, കളർ വരുത്താനുള്ള മാർഗ്ഗം എന്താണെന്ന് പറഞ്ഞുതരാം. അതല്ലെങ്കിൽ ചെയ്യണ കാണിച്ചു തരാം. നമ്മുടെ പായസം കുട്ടികൾ റെഡിയായി. ഇതാ അപ്പോൾ ഒരു കുഞ്ഞ് ടിന്നി മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. അധികമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഒരു 150 ഗ്രാം വറുത്ത സേമിയാണ് വാങ്ങിച്ചത്. 3 കവർ പാലും അതിനുള്ള പഞ്ചസാരയും ഇത്രയും മിൽക്ക് മെയ്ഡും. അപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കളറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കളറ് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. ഒരു നല്ല കട്ടിയുള്ള ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇതിനൊരു തവി പഞ്ചസാര ഇടുക. പായസത്തിൻ്റെ അളവനുസരിച്ചിട്ടോ, ഇതിന് ഇത്രയും ധാരാളം മതി. എന്നിട്ട് അത് കരിയിച്ചെടുക്കില്ലേ നമ്മൾ കേക്കിനൊക്കെ, അതുപോലെ കരിയിച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. അത്രയുള്ള കാര്യം. നമ്മുടെ പായസമൊക്കെ നല്ല അടപ്രഥമം പോലെ നല്ല പിങ്ക് കളറായിട്ട് കിട്ടും. ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ചെയ്യണില്ല, കാരണം ഞാൻ ക്രിസ്മസ് കറികളുടെ പരിപാടിക്കൊക്കെ ഇനിയിപ്പോൾ പോകാനൊക്കെ പോവുകയാണ്. അത്യാവശ്യം കളറുണ്ട് താനും ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പായസം റെഡി. ഇനി എൻ്റെ കാത്തുക്ക് മൂക്ക് കൊണ്ട് കൊടുക്കട്ടെ, എന്നിട്ടൊക്കെ കുടിക്കാൻ ടേസ്റ്റ് അറിയുകയൊക്കെ ചെയ്യാം. പിന്നെ നട്ട്സ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ, നട്ട്സ് വിട്ടുപോയി. നട്ട്സോ കിസ്മസോ ഒക്കെ നമുക്കിതിലേക്ക് ഇടാം. ഞാനിത് രണ്ടും വാങ്ങിയിട്ടില്ല, വാങ്ങിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പായസം റെഡി. അപ്പോൾ നമ്മുടെ പായസം കാത്തുക്കുട്ടിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചെന്നൈയിൽ നിന്നും പറന്നിറങ്ങിയ കാത്തുക്കുട്ടി വന്നപ്പോൾ കൊണ്ടുവന്ന സ്നാക്സ് കണ്ടാലോ.
എൻ്റെ കാത്തുക്കുട്ടി വന്നപ്പോൾ കൊണ്ടുവന്നതാ ഇതൊക്കെ. കാത്തമ്മൂ കണ്ടോ, ചെന്നൈയിൽ നിന്ന് പറന്നിറങ്ങിയ സാധനങ്ങളാണേ. അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പായസം ഒന്ന് കുടിച്ചു നോക്കിയാലോ. ഇത് നമുക്ക് ഫോണിൽ കൂടെ മനസ്സിലാവണല്ലോ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ പറഞ്ഞ അതേ കളറുണ്ട് കേട്ടോ ഈ പായസത്തിന്. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കാം. ഇവിടെയൊന്നും ആരും ഇല്ല. അപ്പം ഞാനെന്തായാലും കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ. നല്ല പാകത്തിന് കുറുകിയിരിക്കുന്നുണ്ട്. ഇനിയും കുറുകിയാലും കൊള്ളില്ല, നീണ്ടാലും കൊള്ളില്ല. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ഇപ്പോൾ ഫാലൂഡയെന്നൊക്കെ തോന്നുന്നില്ല ഇവിടുത്തെ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ. നല്ല രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഗ്ലാസ്. ഇതിൽ ഐസ്ക്രീം കഴിക്കാൻ, പായസം കുടിക്കാനൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കളറുള്ളതുകൊണ്ട് ഇതൊക്കെ എന്തോ കളർ ചേർത്താന്നൊക്കെ ചോദിക്കുന്നത് കണ്ടോ. എന്തോ ഫാലൂഡയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചേർക്കില്ലേ ഇതുപോലെ അല്ലേ. അപ്പോൾ നമ്മുടെ പായസം കുടിച്ച് നോക്കിയാലോ. ഇവിടെയൊന്നും ആരുമില്ല. എല്ലാവരും എന്താണ് അസോസിയേഷൻ്റെ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞില്ലേ, അവിടെ പരിപാടിയൊക്കെ എന്താ പറയുക ഒരുക്കങ്ങൾ നടത്താൻ പോയേക്കുവാണേ. നല്ല സൂപ്പർ പായസം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ, സത്യം നന്നായിട്ടുണ്ട്. ഇത് എത്ര കിട്ടിയാലും കുടിക്കാൻ പറ്റും. കുറേ കാലം കൂടി കുടിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പായസമൊക്കെ മുഴുവൻ കുടിക്കട്ടെ. ഇങ്ങനെ കുടിക്കുന്നതിലും രസം ശരിക്കും ഗ്ലാസ്സിൽ ഇങ്ങനെ വലിച്ചു കുടിക്കുന്നതല്ലേ. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താ, നമ്മുടെ പച്ച വാഴയില ചോറുണ്ട് കഴിഞ്ഞിട്ട് ആ ഇലയിലേക്ക് പായസം ഒഴിച്ചിട്ട് അതിൽ നിന്ന് കഴിക്കണം. എന്തൊരു ടേസ്റ്റ് ആപ്പേന്നറിയോ. പിന്നെ ഇതിൽ കൊണ്ട് പപ്പടമൊന്നും പൊടിച്ച് കളയരുത് കേട്ടോ. ഈ പാൽപ്പായസങ്ങളിൽ ഒന്നിലും പപ്പടവും പഴവും പൊടിക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്, പക്ഷേ പാൽപ്പായസത്തിൽ അത് ചേരാറില്ല. ശർക്കര പായസങ്ങളിൽ എല്ലാത്തിലും എന്നാൽ ചേരും. പഴവും ചേരും, പപ്പടവും ചേരും, നല്ലതാണ്. ഇങ്ങനെ പാൽപ്പായസത്തിൻ്റെ ഒപ്പമാണ് ബോളി കഴിക്കാൻ തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ബോളി അത്ര പ്രചാരത്തിലില്ല, ഇപ്പോഴാണല്ലോ വന്നു തുടങ്ങിയത്. തിരുവനന്തപുരം കൊല്ലം സൈഡിലേക്കൊക്കെയാണ് ബോളി. അപ്പോൾ പാൽപ്പായസം വിളമ്പുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ കൂടെ ബോളി നല്ലതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ പായസം കുടിച്ചിട്ട് കുറച്ചും കൂടെ പായസം കുടിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നട്ട്സ് ഇല്ല എന്നുള്ളതൊരു പോരായ്മയൊന്നുമല്ല. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ നേരെ പരിപാടിക്ക് പോകും. പരിപാടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാൻ നോക്കാം. ഇങ്ങനെ പാട്ടൊക്കെ വരുന്ന കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ കളയേണ്ടി വരും. അതാണ് പ്രശ്നമുള്ള, അറിയാമല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരട്ടെ. കഴിക്കാൻ തോന്നുന്നുണ്ടോ? പറഞ്ഞിട്ട് വന്നാൽ ഉണ്ടാക്കി തരാം കേട്ടോ. ഭയങ്കര വിളിക്കാം. അപ്പം ഞങ്ങൾ നമ്മുടെ പരിപാടിക്ക് പോവുകയാണ് കേട്ടോ. അതേ ഞങ്ങളുടെ വണ്ടി അടിപൊളിയായിട്ടുണ്ട്. അതൊന്ന് കണ്ടാലോ. മുഴുവനായിട്ടില്ല, എന്നാലും കാണാം. ഇത് മാറ്റിയിരുന്നത് കണ്ണാടി മിററും പിന്നെന്താ പുതിയതല്ലേ തിളങ്ങുന്നു കിടന്നു. ബൈക്കിന് അടിപൊളി സീറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ നേരെ ക്രിസ്മസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ക്രിസ്മസ് അല്ല, ക്രിസ്മസ് ആഘോഷങ്ങൾ. ഇനി നമുക്ക് ഇവിടുത്തെ പരിപാടികൾ കാണാം.
അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.